അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മളിനി എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു പാഠമല്ല, ഒരു സബ്ജക്റ്റാണ്. അതിന് കീഴിൽ തന്നെ 15ഓളം ചാപ്റ്ററുകൾ നമ്മളിനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ ഷോർട്ടായിട്ട് OB എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നും അതിന് കീഴിൽ വരുന്ന ബ്രാഞ്ചുകൾ, ക്ലാസിഫിക്കേഷൻസ്, പിന്നീട് അതൊന്നും കൂടി വിശദമായിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ ആ ഓരോ ക്ലാസിഫിക്കേഷനും വേറെ ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അങ്ങനെ ഒരു ക്ലാസ്സാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എന്താണ് പറയുക, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്പനികളെ നമുക്ക് കാണാൻ സാധിക്കും. ഗൂഗിൾ ആണെങ്കിലും ടെസ്ല ആണെങ്കിലും. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനുകളൊക്കെ അതിൻ്റേതായ ഒരു ഔന്നത്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള ഈ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു മലയാള മീനിങ് തന്നെ നോക്കിയാൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്വഭാവ രീതികളാണ്. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളുടെയും അതിലുള്ള ഗ്രൂപ്പുകളുടെയും ഒക്കെ സ്വഭാവം ആ ഒരു ഓർഗനൈസേഷനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ്, വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയാറ്, it is a systematic study of how individuals and groups and organizational structures influence behavior within organizations. ഒരു ഓർഗനൈസേഷന് കീഴിലുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും ഗ്രൂപ്പുകളും അതുപോലെ അതിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഘടന, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ സ്വഭാവവും ഈ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്നുണ്ട്, അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് എത്താനും താഴ്ചയിലേക്ക് പോകാനും ഒക്കെ ഈ ഒരു ഓർഗനൈസേഷന് കീഴിലുള്ള ഓരോ വ്യക്തിത്വങ്ങളുടെയും അതിലുള്ള ഗ്രൂപ്പുകളുടെയും ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെയും ഒക്കെ സ്വഭാവ മഹിമ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ലെവലുകൾ ഉണ്ട്. അതായത് ഈ ഒരു ബിഹേവിയറൽ ഫാക്ടേഴ്സ് എന്നറിയപ്പെടും. അപ്പോൾ അതിലിപ്പോൾ ഓരോ ലെവലുകൾ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഒരു ക്രൂഷ്യലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്ഥിതിഗതിയെ മാറ്റിമറിക്കുന്ന ഒരു ലെവലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയും. ഒന്നാമത്തെ 3 ലെവലുകളാണുള്ളത്. ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ സ്വന്തമായ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ലീഡർഷിപ്പ് എന്നുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുമ്പോഴേ ഒരു ഓർഗനൈസേഷൻ കൃത്യമായി മുന്നോട്ട് പോവുള്ളൂ. മറ്റേത് പേഴ്സണലായിട്ട് ഒരാൾ ഇൻഡിവിജ്വലായിട്ട് ഒരു കാര്യം ഒരു സംഘടന നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫാൾട്ടുകൾ വരുന്നുള്ളതാണ്. അയാൾക്ക് കൃത്യമായി ഇത് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ എന്ത് ചെയ്യില്ല, ആ ഒരു ഓർഗനൈസേഷന് കീഴിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിപരമായ കുറേ നിലപാടുകൾ എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ ഈ ഓർഗനൈസേഷനെ പരാജയത്തിലേക്ക് നയിക്കും. പിന്നെ മറ്റൊരു ലെവൽ ഗ്രൂപ്പ് ലെവലാണ്. ഗ്രൂപ്പ് ലെവലാവുമ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ലീഡർഷിപ്പ് ഉണ്ടാകും. ഒപ്പം അവിടെ വരാൻ സാധ്യതയുള്ളൊരു ഫാൾട്ടാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതിൽ ആളുകൾക്കിടയിലുള്ള സ്ഥാനവ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പോൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, വേറെ രൂപത്തിൽ പരസ്പരം കാണാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു ലെവല്, അതായത് അവിടെ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു സംഗതി വരും. ഗ്രൂപ്പ് ആകുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടായ്മ ഉണ്ടാകും, ഈഗോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ലെവലായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ നല്ലപോലെ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ മൂന്നാമത്തേതായിട്ട് ഒരു ലെവൽ ഓർഗനൈസേഷണൽ ലെവൽ എന്ന് പറയും. അപ്പോൾ അവിടെ വരുന്ന ഒരു വീക്ക്നെസ് എന്ന് വെച്ചാൽ ഗവേണൻസിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അതിൽ
ഗവൺമെൻറ് ആണല്ലോ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു സംഗതി. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഈ ഒരു ഓർഗനൈസേഷനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഇത് വെറും ഒരു തിയറി മാത്രമായിട്ടല്ല കൊണ്ടുപോകേണ്ടത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളത്, മറിച്ച് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള റിയൽ ലൈഫിൽ ഇത് അപ്ലിക്കബിളായി സാധൂകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ മനഃശാസ്ത്രപരമായി ഓരോരുത്തർക്കും ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 4 ഇത് കുറേ ഡിസിപ്ലിൻസ് അടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് നമ്മൾ സൈക്കോളജി എന്ന് പറയും. മനഃശാസ്ത്രപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിത്വങ്ങളുടെയും മോട്ടിവേഷൻ, ലേണിങ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ കീഴിൽപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു ആസ്പെക്റ്റിലൂടെ സോഷ്യോളജി എന്നുള്ള ആസ്പെക്റ്റിലൂടെ നോക്കുമ്പോൾ ഓരോ ഗ്രൂപ്പുകളെ സംബന്ധിച്ചാണ് ഈ ഒരു സോഷ്യലായിട്ടുള്ള അവരുടെ കൾച്ചർ എങ്ങനെയൊക്കെയാണ്. ഒരു ഗ്രൂപ്പ് ആണ് ഈ ഒരു സംഘടന നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക, ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക അങ്ങനത്തെ ഘടകങ്ങളായിരിക്കും. ഈ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആകുമ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ളതും ഗ്രൂപ്പ് ആകുമ്പോൾ സോഷ്യലായിട്ടുള്ളതും. പിന്നെ ആന്ത്രോപോളജി എന്നുള്ള സംഭവമുണ്ട്. അതായത് പ്രധാനമായിട്ട് അവരുടെ ഈ ഓർഗനൈസേഷന് കീഴിലുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്ക് പ്ലേസിനെ എന്ത് ചെയ്യും, ഒന്നുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു ആസ്പെക്റ്റ് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസാണ്. രാഷ്ട്രീയപരമായിട്ട് ഗവൺമെൻറ്, അതുപോലെ പൊളിറ്റിക്കലായിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു ഒരു രീതി എന്നുള്ളത്. അപ്പോൾ പിന്നെ അടുത്തതായി പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് കുറേ ചലഞ്ചുകളാണ്. മോഡേൺ ആയിട്ട് ആധുനികപരമായി ഇതിനെ എന്താണ് പറയുക, നേരിടുന്ന ഒരുപാട് ചലഞ്ചുകളുണ്ട്. ഒന്നാമത്തെ തന്നെ ഗ്ലോബലൈസേഷനാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു പല സംഘടനകളും പല രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഒരേ സമയം പരസ്പരം വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഉള്ള അതേ സമയമല്ല അമേരിക്കയിലുള്ളത്. അതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളായിരിക്കും. അപ്പോൾ വ്യത്യസ്ത ടൈം പീരീഡിലാണ് അവിടെയുള്ള ഓരോ സമൂഹത്തിൻ്റെയും ജീവിതശൈലി പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളൊരു എന്തുണ്ടാവും, ചലഞ്ച് ഉണ്ട് എന്നർത്ഥം. കാരണം അവിടെ ഒരു ലീഡർഷിപ്പ് മുന്നോട്ട് വെക്കുകയാണെങ്കിലും ഇതിനുള്ള ഓരോ ചലഞ്ചുകൾ നേരിടുന്നുണ്ട്. പിന്നെ അതുപോലെ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയാണ് അടുത്തൊരു ചലഞ്ചായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഏജ് പ്രധാനമാണ്. ഏജ്, ജെൻഡർ, ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ചായി വരുന്നുണ്ട്. പിന്നെ അടുത്ത ബിഗ് എക്കോണമി ആൻഡ് റിമോട്ട് വർക്ക് എന്നുള്ള ഒരു ചലഞ്ച് അടുത്തതായി വരുന്നുണ്ട്. അപ്പോൾ പഴയ കാലത്ത് നിന്നും നമ്മൾ പുതിയ കാലത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങിന് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് ഓർഗനൈസേഷനിൽ. അപ്പോൾ അതിലൊക്കെ വരുന്ന ചലഞ്ചുകൾ എക്കണോമിക് പരമായിട്ട്, സാമ്പത്തികപരമായിട്ട് വരുന്ന ചലഞ്ചുകളാണ്. പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചലഞ്ചുകൾ ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ആധുനികപരമായിട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ 5 മിനിറ്റിൽ ഒതുക്കാൻ സാധിച്ചില്ല. അപ്പോൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ചാപ്റ്റർ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.